ഹലോ ഗൈസ്, നമ്മൾ വറുത്തരച്ച ചിക്കൻ കറി അടുപ്പത്തായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛമ്മേൻ്റെ ശാരദാണ് കേട്ടോ. അച്ഛൻ്റെ അച്ഛമ്മ മരിച്ചിട്ട് ഇപ്പം 21 വർഷമായി. അപ്പം ഇന്ന് ശാരദാണ്, അതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഫ്രൂട്ട്സൊക്കെ അച്ഛൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ നേർച്ച വെച്ച് കൊടുക്കുമ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? നമ്മൾ എന്തൊക്കെ ഫുഡ് വാങ്ങിച്ചിട്ടും ഷവർമ്മയാണ് ഇന്നത്തെ ഹൈലൈറ്റ്. എന്തുകൊണ്ടാണെന്ന് അറിയാം, അച്ഛമ്മ ഷവർമ്മ അയച്ചില്ല എന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിച്ച് വന്നിട്ടുള്ള കട്ടയാണ് ഇന്നത്തെ എൻ്റെ താരം. ചെറിയച്ഛൻ അതിലെ ഉലാത്തുകയാണ് ഗൈസ്. ക്യാമറ കണ്ടാൽ ഇതിലെയാണ് ഓടുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഞാൻ പിന്നാലെ നടന്ന് വീർപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇതാ ചെറിയമ്മയും ഒക്കെ ഇതാ അവരിത് വിളമ്പിക്കൊണ്ടിരിക്കും. ഞാൻ അങ്ങോട്ടേക്ക് പോണില്ല, എനിക്ക് പീരീഡ്സ് ആണല്ലോ. ചെറിയച്ഛൻ കുടുങ്ങിയല്ലോ ദൈവമേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടുന്നുണ്ടില്ലേ. പക്ഷെ എനിക്ക് ഭയങ്കര ഹരാണ് ഇങ്ങനെ ഓടുമ്പോൾ അവരുടെ പിന്നാലെ ഓടി നടന്ന് വീഡിയോ എടുക്കുക എന്നുള്ളത് എനിക്കൊരു ഹോബിയാണ് ഗെയ്സ്. നമ്മുടെ അച്ഛൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. കുട്ടികൾ എന്താ പണി തരിക നോക്കിയിട്ട് ഇരിക്കുകയായിരിക്കും. ദാലോട്ടനും തുമ്പി അതിലെ കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അരിയും പൂവിടുക എന്നുള്ള സംഭവമില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും പോകുന്നത്. എനിക്ക് പോകാൻ പറ്റില്ലല്ലോ ഗെയ്സ്. അപ്പം ഞാനിവിടെ ഇരുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ പലപ്പോഴും ചിന്തിച്ചൊരു കാര്യമാണ് കേട്ടോ, ഇങ്ങനെ നേർച്ച ചുരുക്കുമ്പോൾ ശരിക്കും ഇവരൊക്കെ വരുന്നുണ്ടാവുമോ, ആ താക്കോൽ ദ്വാരത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് നോക്കിയാലോ എന്ന് പണ്ട് പലപ്പോഴും ചിന്തിച്ചിട്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്ന് കപ്പ, വറുത്തരച്ച ചിക്കൻ കറി, പിന്നെന്താ ചോറ്, പപ്പടം, ഉപ്പേരി, പിന്നെ ഫ്രൂട്ട്സ്, അങ്ങനത്തെ എന്തൊക്കെയൊക്കെയോ സാധനങ്ങളൊക്കെയാണ് നേർച്ച വെച്ച് കൊടുത്തിട്ടുള്ളത്. പറയാൻ മറന്നു, കട്ടേൻ്റെ ഷവർമ്മ ഇതൊക്കെ കൂടെ. അച്ഛമ്മയും വിചാരിക്കേണ്ടാവും എന്ത് ഈ പത്തിരിയിൽ പൊതിഞ്ഞ് വെച്ച്. അച്ഛമ്മയ്ക്ക് സ്പെഷ്യൽ കൊടുത്തതാണ് ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ വാതിലൊക്കെ അടച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും കേട്ടോ. ഇത് പലരും അനുഭവിച്ചിട്ടുള്ളതായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ തുറക്കാനായോ എന്ന് 2 ചോദ്യം ചോദിച്ചിട്ട് പോയി തുറക്കുകയാണ് ചെയ്യുക. എല്ലാം ഓരോ വിശ്വാസങ്ങളില്ലേ. അങ്ങനെ ഇതാ എല്ലാവരും വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം പോയി തുറന്നു. പിന്നെ എന്താ, നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അപ്പം ഒരു പഴത്തൊലി വെച്ചിട്ട് സാമിനാമിനെ കളിക്കുന്നത് നമ്മൾ അശ്വിനിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലേബർ റൂമിലായിരുന്നു 2 ദിവസമായിട്ട് പോസ്റ്റിംഗ്. അതുകൊണ്ടാണോ അറിയില്ല, ഇതിലെയോ 2 കിളി മാറി പോയിട്ടുണ്ടോ. പിന്നെ ഞങ്ങൾ ഇതാ വലിച്ചു വരി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ക്യാമറമാൻ അല്ലുട്ടനാണ് കേട്ടോ. അവ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അമ്മേനെ കണ്ടിട്ടോ, ചെറിയമ്മേനെ കണ്ടിട്ടോ എന്നൊക്കെ പറഞ്ഞ് ബാക്കിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഫുഡ് അടി കഴിഞ്ഞാൽ ഞാൻ വേഗം പോയി കിടക്കും, കാരണം എനിക്ക് അത്രയും വയ്യ കേട്ടോ. അല്ലുട്ടനെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് വയറുവേദനയൊക്കെ പോയതായിരുന്നു. പക്ഷേ തുമ്പമ്മേൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും തിരിച്ചു കിട്ടി ഗൈസ്. ഇപ്പം നല്ല വേദന. ഇത് നമ്മുടെ അച്ഛൻ്റെ ചങ്കും കരളുമാണ് ഗൈസ്. ഷാജിയേട്ടനും അതുപോലെ തന്നെ നമ്മുടെ മാധവേട്ടനും. ഇവർ രണ്ടുപേരും എനിക്ക് പറ്റിയ 2 കമ്പനികളാട്ടോ. കാരണം നന്നായി വർത്താനം പറയും. ഞാനാണെങ്കിലും വർത്താനം പറഞ്ഞ് കൊല്ലും. പിന്നെ അതാ കല്യാണിൻ്റെ അടുത്ത് പോയിട്ട് മാധവേട്ടൻ എന്തൊക്കെയോ കഥ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ താത്ത വന്ന് ചെറിയച്ഛനും ചെറിയമ്മയും പോയി. പിന്നെ മാധവേട്ടനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്, കാരണം എൻ്റെ യൂട്യൂബ് ചാനൽ ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് നീ എന്തൊക്കെയാ പറഞ്ഞൊപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറച്ച് അങ്ങ് പൊക്കി പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി ഗൈസ്. കട്ടവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. ബെല്ലേൻ്റെ എന്തോ ഒരു ഐറ്റം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ബെല്ലേനെ ഒന്ന് തുറന്നിട്ടോ. ബെല്ലേനെ തുറന്നപ്പോൾ ബെല്ല എനിക്ക് തന്ന പണി നിങ്ങൾ കണ്ടു നോക്കൂ ഗൈസ്. കണ്ടോ, ഞങ്ങൾ ഷൂറാക്ക് ഇതാ തള്ളിയിട്ട് നാളെ രാവിലത്തേക്കുള്ള എനിക്ക് പണിയായി. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബേബി, സീ യു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.